Hi friends, welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 5.1ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. Which of the following are APs? If they form an AP, find the common difference D and write 3 more terms. ഇതിൽ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് നോക്കണം. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ കോമൺ ഡിഫറൻസ് കാണണം, എന്നിട്ട് 3 more ടേംസും കൂടി കാണണം. ഫസ്റ്റ് വണ് 2, 4, 8, 16. നമുക്ക് ഓരോ കോമൺ ഡിഫറൻസ് കണ്ടു നോക്കാം. ഫസ്റ്റ് 4 മൈനസ് 2 ആണ്. ദെൻ 8 മൈനസ് 4 ആണ്. ഇവിടെ തന്നെ നമുക്ക് കിട്ടി ഈ രണ്ട് ഡിഫറൻസുകൾ എന്തല്ല, സെയിം അല്ല. അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ AP. സെക്കൻഡ് വൺ 2, 5/2, 3, 7/2. ഫസ്റ്റ് സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം 5/2 മൈനസ് 2നെ ഞാൻ 2/1 എന്ന് എഴുതി. ഇനി ഡിനോമിനേറ്റർ സെയിം ആക്കി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4, 1 × 2 2. ദെൻ 5 മൈനസ് 4 1/2. ദെൻ 3 മൈനസ് 5/2, 3നെ 3/1 എന്ന് എഴുതി. ഡിനോമിനേറ്റർ സെയിം ആക്കാനും വേണ്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 3 × 2 6, 1 × 2 2. ദെൻ 6 മൈനസ് 5 1, സോ 1/2. ദെൻ 7/2 മൈനസ് 3 ആണ്. 3നെ ഞാൻ 3/1 ആക്കി. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇൻറ്റു 2 ചെയ്തു. 3 × 2 6, 1 × 2 2. ദെൻ 7 മൈനസ് 6 1, ദെൻ 1/2. അപ്പോൾ ഡിനോമിനേറ്റർ അല്ല കോമൺ ഡിഫറൻസ് ഒക്കെ സെയിം ആണ്. സോ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ആൻ AP. ഇതൊരു AP ആണ്. കോമൺ ഡിഫറൻസ് 1/2. ഇനി നെക്സ്റ്റ് 3 ടേംസ് കാണണം. സോ 7/2 1/2 കൂട്ടി. അപ്പോൾ എത്ര കിട്ടി, 8/2. A5 4 ആണ്. ദെൻ A6 4/1 പ്ലസ് 1/2. ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4 × 2 8, 1 × 2 2. ദെൻ 8/2 പ്ലസ് 1/2 9/2. ദെൻ 9/2 പ്ലസ് 1/2 9 പ്ലസ് 1 10, 10/2 5. നെക്സ്റ്റ് 3 ടേംസ് ആയി. ഏതൊക്കെയാ, 4, 9/2 5. ദെൻ തേർഡ് വണ് മൈനസ് 1.2 മൈനസ് 3.2 മൈനസ് 5.2 മൈനസ് 7.2. ഓക്കെ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം മൈനസ് 3.2 മൈനസ് 1.2. 2 നെഗറ്റീവ് ആർ ടുഗദർ ഇറ്റ് ബിക്കം പോസിറ്റീവ്. ഇനി വലുതെന്ന് ചെറുത് കുറക്കുക. 3.2 എന്ന് 1.2 പോയി. 2 ന്ന് 2 പോയാൽ 0. 3 ന്ന് 1 പോയാൽ 2. വലുത് നെഗറ്റീവ് ആണ്. സോ -2. ദെൻ മൈനസ് 5/2 മൈനസ് 3/2. രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. ദെൻ 2 - 2 0. 5 - 3 2 ആണ്. വലുത് നെഗറ്റീവ് ആണ്. സോ -2. Then minus 7.2 minus 5.2, 2 negative are together, it become positive. 2 - 2 0, 7 - 5 2, വലുത് നെഗറ്റീവ് ആണ്. സോ -2. കോമൺ ഡിഫറൻസ് സെയിം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ AP. കോമൺ ഡിഫറൻസ് -2 ആണ്. ഇനി അതിലേക്ക് -2 ഇങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ -7.2 -2 -9.2 ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട്. ദെൻ -9.2 -2 വരുമ്പോൾ -11.2. ദെൻ -13.2. 2 മൈനസ് ചെയ്ത് പോവാ. സോ -9.2 -11.2 -13.2. ദെൻ ഫോർത്ത് വണ് -10 -6 -2 2. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു. -6 -10 2 നെഗറ്റീവ് ആർ ടുഗദർ ഇറ്റ് ബിക്കം പോസിറ്റീവ്. ദെൻ വലുതെന്ന് ചെറുത് കൊടുക്കുക. 10 ന്ന് 6 പോയാൽ 4. ദെൻ -2 -6 ഇറ്റ് ബിക്കം +6. 6 - 2 4. ദെൻ 2 -2 2 -2 it become positive. 2 + 2 4. It is an AP. കോമൺ ഡിഫറൻസ് 4 ആണ്. ദെൻ 2 + 4 6, 6 + 4 10, 10 + 4 14. 6 10 14. നെക്സ്റ്റ് 3 ടേംസ്. ദെൻ ഫിഫ്ത്ത് വണ് 3 + √2 3 + 2 √2 3 + 3 √2. സോ 3 + √2 എന്ന് 3 മൈനസ് ചെയ്താൽ √2. 3 യും 3യും പോവും. ദെൻ 3 + 2 √3 മൈനസ് 3 + √3. തേർഡ് ടേം എന്ന് സെക്കൻഡ് ടേം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 + 2 √2 മൈനസ് 3 മൈനസ് √2. 3 യും 3യും പോവും. 2 √2 എന്ന് √2 പോയാൽ √2. ദെൻ 3 + 3 √2 മൈനസ് 3 + 2 √2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ 3 + 3 √2 മൈനസ് 3 മൈനസ് 2 √2. 3 യും 3യും പോവും. 3 √2 എന്ന് 2 √2 പോയാൽ √2. അപ്പോൾ കോമൺ ഡിഫറൻസ് സെയിം അല്ലേ. എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എത്രയാ, √2 ആണ്. ഇതിപ്പോൾ കോമൺ ഡിഫറൻസ് കാണാതെ നമുക്ക് പറയാൻ പറ്റും. 3ലേക്ക് √2 കൂട്ടി, അതിലേക്കോ √2 കൂടി കൂട്ടി അപ്പോൾ 2 √2, അതിലേക്കോ √2 കൂടി കൂട്ടി അപ്പോൾ 3 √2.
ഇതൊരു എ പി ആണ്, കോമൺ ഡിഫറൻസ് റൂട്ട് 2 ആണ്. ഇനി അടുത്ത ടൈം എത്രയായിരിക്കും? 3 + 4 √2 ആയിരിക്കും. 3 √2 റൂട്ട് 2 കൂടി വരുമ്പോൾ 4 √2, then 5 √2, then 6 √2. 3 + 4 √2, 3 + 5 √2, 3 + 6 √2. Then 0.2, 0.22, 0.222, 0.22222. Okay. ആദ്യം 0.22 ന്ന് 0.2 മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ 0 വരും. അപ്പോൾ 2 0.0, അപ്പോൾ 0.02 എന്ന് കിട്ടി. പിന്നെ 0.22 ന്ന് അപ്പോൾ ഒരു 2 കൂടിയും കൂടും. 0.222 ന്ന് 0.22 മൈനസ് ചെയ്യണം. ഇവിടെ 2, ഇവിടെ 0 ആണല്ലോ വരിക. 2 ന്ന് 2 പോയാൽ 0, 2 ന്ന് 2 പോയാൽ 0. 0.002 ഇത് സെയിം ആണോ? ഒന്ന് 0.02 ആണ്, ഒന്ന് 0.002 ആണ്. സെയിം ആണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ എ പി. Then 7th one 0, -4, -8, -12. -4, -0, -4 ആണ്. Then -8 -4 രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. Then -8 + 4 വലുതെന്ന് ചെറുത് കുറക്കുക. 8 ന്ന് 4 പോയാൽ 4, വലുതിന്റെ ചിഹ്നം മൈനസ്, സോ -4. Then -12 -8 it become positive. 12 - 8 4 ആണ്, ലാർജ് നമ്പർ നെഗറ്റീവ്, സോ -4. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? -4. ഇനി അടുത്ത ടേം കാണണം. -12 -4 -16. Then -16 -4 -20 ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. Then -20 -4 -24. -16 -20 -24. Then 7th one -1/2 -1/2 -1/2 -1/2. നമുക്ക് നോക്കാതെ തന്നെ പറയാം ഇതൊരു എ പി ആണ്. കോമൺ ഡിഫറൻസ് 0 ആണ് അല്ലെ? എല്ലാം ഒരേ നമ്പർ ആണ്. അപ്പൊ 0 ആഡ് ചെയ്തുകൊണ്ടാണ് ആ നമ്പർ തന്നെ വരുന്നത്. അപ്പൊ അടുത്ത നമ്പറുകൾ എന്ത് തന്നെയായിരിക്കും? -1/2 -1/2 -1/2. ഇതിലെ ഏത് ടേം ചോദിച്ചാലും അതെന്താണ്? -1/2 ആണ്. ഓക്കെ, then അടുത്തത് 1, 3, 9, 27. 3 - 1 2 ആണ്. 9 - 3 6 ആണ്. സെയിം ആണോ? ഫസ്റ്റത്തത് 2 കിട്ടി, അടുത്തത് 6 കിട്ടി. സെയിം ആണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ എ പി. Then 10ാമത്തത് A, 2A, 3A, 4A. അപ്പോൾ 2A എന്ന് 1A പോയാൽ A, 3A എന്ന് 2A പോയാൽ A, 4A എന്ന് 3A പോയാൽ A. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? A ആണ്. ഇറ്റ് ഈസ് ആൻ എ പി. സെയിം ആണല്ലോ. സോ അടുത്ത ടേം എന്താ? 5A, 6A, 7A. കണ്ടോ? Then A square, A cube, A raised to 4. ഇത് A square minus A വരും, A cube minus A square എന്ന് വരും. ഇത് രണ്ടും സെയിം ആണോ? അല്ല, സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ വരണം അല്ലേ? ആൽജിബ്ര ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ വരുമ്പോഴാണ് അത് സെയിം ആവുക. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ, സോ ഇറ്റ് ഈസ് നോട്ട് ആൻ എ പി. Then √2, √8, √12, √32. ഇതിനെ ഞാനൊന്ന് മാറ്റാൻ പോവാണ് കേട്ടോ. നമുക്ക് എ പി ആണ് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഇതിനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. √2 അതേപോലെ എഴുതി, √8 ഞാൻ 4 × 2 എന്ന് എഴുതി, √8 ഞാൻ 9 × √2 എന്ന് എഴുതി, 36 ഞാൻ 16 × 2 എന്ന് എഴുതി. ഓക്കെ, എല്ലാത്തിനെയും 2ന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതി. ഇനി ആ നമ്പറുകളൊക്കെ ഞാൻ പുറത്തെടുക്കുകയാണ്. 4ന് റൂട്ട് ഉണ്ട്, 4ന്റെ റൂട്ട് എത്രയാ? 2 ആണ്. 9ന് റൂട്ട് ഉണ്ട്, 9ന്റെ റൂട്ട് എത്രയാ? 3 ആണ്. 16 റൂട്ട് ഉണ്ട്, അത് എത്രയാ? 4 ആണ്. അപ്പോൾ ഈ കോമൺ സീക്വൻസ് ഒന്ന് മാറി √2, 2 √2, 3 √2, then 4 √2 അങ്ങനെ വരും. ഇനി ഇതൊന്ന് കോമൺ ഡിഫറൻസ് കണ്ടേ. 2 √2 എന്ന് √2 പോയി, അപ്പോൾ √2. 3 √2 എന്ന് 2 √2 പോയി, അടുത്ത് 3 √2 എന്ന് 2 √2, അപ്പോഴും √2. 4 √2 എന്ന് 3 √2 പോയി, അപ്പോഴും √2. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? സെയിം അല്ലേ? സോ ഇറ്റ് ഈസ് ആൻ എ പി. കോമൺ ഡിഫറൻസ് √2. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 5 √2. ഓക്കെ, 5 √2 വരും. ഈ 5ന് റൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കുക. റൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ സ്ക്വയർ എടുക്കണം, അപ്പോൾ 25. നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ടൈമല്ല തന്നില്ല, അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റണം. 5ന് റൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ 25, 25 × 2 50. അടുത്തതോ 6 √2 വരും. 6ന് റൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോഴോ 36, അപ്പോൾ 72. ദെൻ 7 √2 വരും. 7ന് റൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോഴോ 49. ദെൻ 49 × 2 √98. സോ √50, √72, √98.
ദെൻ 13 √3 √6 √9 √12. √6 നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. 2 × 3 ആണ്, 2 റൂട്ടില്ലാത്ത നമ്പറുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് √6 മൈനസ് √3 അത് അതേപോലെ തന്നെ വരണം. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 മൈനസ് √6. ഇതിന് രണ്ടും സെയിം ആണോ? അല്ല. ഒന്ന് √6 മൈനസ് √3 ആണ്, ഒന്ന് 3 മൈനസ് √6 ആണ്. സെയിം ആണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ AP. ദെൻ 1 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ 7 സ്ക്വയർ. സ്ക്വയർ വന്നു കഴിഞ്ഞാൽ AP അല്ല, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. 1ന്റെ സ്ക്വയർ 1 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ എന്നായിരുന്നു. ഇവിടെ 1ന്റെ സ്ക്വയർ കഴിഞ്ഞ് 2ന്റെ സ്ക്വയർ ഇല്ല, 3 ആണ്. പിന്നെ 4ന്റെ സ്ക്വയർ ഇല്ല, 5ന്റെ സ്ക്വയർ ആണ്. പിന്നെ 7ന്റെ സ്ക്വയർ ആണ്, 6 ഇല്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, 9 1 പോയാൽ 8, 25 9 പോയാൽ 8 ആണോ? 16 ആണ്. കണ്ടോ, സ്ക്വയർ വന്നപ്പോൾ കിട്ടിയില്ല. അപ്പൊ 16 മൈനസ് അല്ല, ഒന്ന് 8 ഒന്ന് 16 സെയിം ആണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ AP. ലാസ്റ്റ് വൺ 1 സ്ക്വയർ 5 സ്ക്വയർ 7 സ്ക്വയർ പിന്നൊരു 73. 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയറുകളൊന്ന് കണ്ടോക്കാം. 1ന്റെ സ്ക്വയർ 1, 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, ദെൻ 73. 25 മൈനസ് 1 24 ആണ്. 49 25 പോയാൽ 24 ആണ്. 73 49 പോയാൽ 24 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് സെയിം അല്ലേ? സോ ഇറ്റ് ഈസ് ആൻ AP. കോമൺ ഡിഫറൻസ് 24. ഇനി 73 24 കൂട്ടുക, അപ്പൊ 97. 97 24 കൂട്ടുക, അപ്പൊ 121. 121 24 കൂട്ടുക, സോ 145. സോ 97 121 145.